ബലാത്സംഗ കേസിൽ പെരുമ്പാവൂർ മുൻ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തൻ. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ടത്. കേസിൽ പരാതിക്കാരി അടക്കം 4 സാക്ഷികൾ കൂറുമാറിയിരുന്നു. സനിസ വിവരങ്ങളുമായി ചേർന്നു. സനിസ, നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നത് പോലെ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇത്തവണ സീറ്റ് നിഷേധിക്കാൻ പോലും ഇടയായത് ഈ ഒരു കേസ് പരിഗണനയ്ക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇതിപ്പോൾ പരാതിക്കാരി അടക്കം കൂറുമാറിയിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തൻ. അതേ സേതു, ഈ ഒരു ഇലക്ഷൻ സമയത്ത് തന്നെ AICCക്ക് മുൻപിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ ഒരു വിഷയം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക അടക്കം തയ്യാറാക്കി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമവും ഒക്കെ ആ പ്രതികരണം ഒക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇതാ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുകയാണ്. പെരുമ്പാവൂർ മുൻ MLA എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തനായിരിക്കുകയാണ്. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഈ നടപടി. കൂടാതെ തന്നെ മറ്റ് ഈ ഒരു യുവതിയെ 2022 യുവതിയെ കടത്തിക്കൊണ്ടുപോയി കോളത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കേസുകളിൽ, ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള കേസുകളിലാണ് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നത്. കൂടാതെ 2 സുഹൃത്തുക്കൾക്കുമെതിരെ 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി അങ്ങനെ 2ഉം 3ഉം പ്രതികളായിട്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെയുമുള്ള ഈ കുറ്റങ്ങൾ അവരും കുറ്റവിമുക്തരായിരിക്കുകയാണ്. കൂടാതെ തന്നെ 2022 ഈ ഒരു സംഭവം, സെപ്റ്റംബർ മാസത്തിലാണ് ഇത് നടക്കുന്നത്. തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ബലാത്സംഗം ചെയ്തെന്നും കാട്ടിയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നത്. എന്നാൽ ഈ അതിജീവിത തന്നെ, ഈ പരാതിക്കാരി തന്നെ കോടതിയിൽ താൻ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മൊഴി നൽകുകയായിരുന്നു. അതോടുകൂടിയാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നത്. നെയ്യാറ്റിൻകര കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് നടപടി. 2022 ഈ ഒരു സംഭവം നടക്കുമ്പോൾ വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. കൂടാതെ തന്നെ ഇവരെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കൊല്ലുമെന്ന് അടക്കം ഭീഷണിപ്പെടുത്തിയതെന്നും അടക്കമുള്ള കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരാതിക്കാരി തന്നെ കോടതിയിൽ മൊഴി മാറ്റുകയായിരുന്നു. തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നതടക്കമുള്ള മൊഴി മാറ്റുകയായിരുന്നു. അതോടുകൂടിയാണ് എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തനായിരിക്കുന്നത്. കൂടാതെ 2ഉം 3ഉം പ്രതികളായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയുടെ സുഹൃത്തുക്കളും ഇതോടെ കുറ്റവിമുക്തനായിരിക്കുകയാണ്. സേതു. യെസ്, ഓക്കെ. സനിസയാണ് വിവരങ്ങൾ നൽകിയത്.